നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. ആക്രമിക്കപ്പെട്ട വൈദികന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രിയും MLAയും. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. CPI ആളൂർ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. വാർത്തകൾ വിശദമായി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 5 മണിക്ക് ദേവിയുടെ നട തുറന്ന് വിശേഷാൽ പൂജകൾക്കു ശേഷം രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ അഴകത്തുമനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരിയും ചേർന്ന് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. തുടർന്ന് സീരിയൽ താരം ഉപ്പും മുളകും ഫെയിം ശിവാനി മേനോൻ ആദ്യ പൊങ്കാല സമർപ്പണം നടത്തി. ശേഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് ആത്മാർപ്പണത്തിന്റെ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. മേൽശാന്തി കൂട്ടാലമഠം ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളുടെയും പുത്തുക്കാവ് സേവാഭാരതി പ്രവർത്തകരുടെയും മാതൃസമിതി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരുന്നത്. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തുക്കാവ് മാതൃകാ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി സംഭാരം വിതരണം ചെയ്തു. മുൻ വർഷങ്ങളിലും പുത്തുക്കാവ് താലപ്പൊലി ദിവസങ്ങളിലും പൊങ്കാല ദിവസവും ഇത്തരത്തിൽ സൗജന്യമായി ദാഹജലം വിതരണം ചെയ്തു വരുന്നുണ്ട്. മാതൃകാ പുരുഷ സംഘം പ്രസിഡന്റ് KG രജീഷ്, സെക്രട്ടറി ബിജു തൊമ്മാന, ഗിരീഷ് കുമാർ E, ജോഷി കല്ലിങ്ങൽ, ഡേവിസ്, സൈജു കൊളപ്രൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തുക്കാവ് മാതൃകാ പുരുഷ സംഘത്തിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് എന്നൊരു ഗ്രൂപ്പാണ് ഞങ്ങളെല്ലാ കൊല്ലവും പുത്തുക്കാവ് താലപ്പൊലി ആയാലും പൊങ്കാലിക്കായാലും ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങളും സഹകരിച്ചുകൊണ്ട് ഇവിടെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ മോര് വെള്ളം അപ്പോഴത്തെ ഒരു എനർജി പോലെ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുണ്ട്. വളരെ ഭംഗിയായ ആൾക്കാർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കാറുണ്ട്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. കോടാലി KCCCP ഗ്രാമീണ വായനശാലയിൽ നടത്തിയ സെമിനാർ ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മുക്കുൽസു അസീസ്, CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, KK ശിവരാമൻ മാസ്റ്റർ, ബേബി കണ്ണമ്പടത്തി, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുകുട്ടി, സെക്രട്ടറി KV ഷാജു, കരാട്ടെ മാസ്റ്റർ PA അർഫാൻ, സീത കുമാരൻ, മനസ്വിനി ലെനിൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി കോടാലിയിലെ കരാട്ടെ സ്കൂൾ വിദ്യാർത്ഥികളും കോടാലി കുട്ടിക്കൂട്ടം കൂട്ടായ്മയിലെ കുട്ടികളും ഫ്ലാഷ് മോബും വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. ഈ കച്ചവട മനോഭാവത്തിന്റെ ആ ഒരു ശക്തിയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പുതിയ തലമുറയെ ഇതിലേക്ക് വലിച്ച് ചാടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. അല്ലാതെ ഈ രാസലഹരിയുടെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന അവരുടെ ഈ ദുഷ്ടതയുടെ സുഖം മാത്രമല്ല, അതിനെ കഴിഞ്ഞ് ദുഷ്ടതയുടെ സുഖം ഒരു പരിധി വരെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയുണ്ട്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി K രാജനും P ബാലചന്ദ്രൻ MLAയും. ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുമായി അന്വേഷണം നടത്തുകയും
സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ അവിടുത്തെ ഉന്നതരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നതായി മന്ത്രി പറഞ്ഞു. കേവലം മതപ്രചരണം മാത്രമല്ലാതെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായ ഒരു വികാരിയെയാണ് ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. തങ്ങളെല്ലാം ഒപ്പമുണ്ടെന്ന് MLAയും മന്ത്രിയും വൈദികനോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് നേരിട്ടെത്താൻ തങ്ങൾ തയ്യാറാണെന്നും മന്ത്രി വൈദികനെ അറിയിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും കൊണ്ട് യാതൊരു പ്രയാസവുമില്ലെന്നും എല്ലാവരുടെയും പിന്തുണ കരുത്ത് പകരുന്നുവെന്നും അദ്ദേഹം സന്തോഷപൂർവ്വം മറുപടി പറഞ്ഞതായും മന്ത്രി സൂചിപ്പിച്ചു. റമദാനും വിഷുവും ഈസ്റ്ററും മലയാളി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഇന്ത്യയുടെ മുമ്പിൽ കേരളത്തിന് വയ്ക്കാവുന്ന മതനിരപേക്ഷതയുടെ ഒരു പാഠപുസ്തകം വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. എന്തൊരു ഭീകരമാണ്! ഇപ്പോൾ നമ്മൾ കരുതുന്ന പോലെയല്ല. ആൻറ്റി കൺവെർഷൻ ബില്ല്, മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ബില്ലെന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട നിയമം ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വിഭാഗത്തിൻ്റെ പരാതി പോലും ഇല്ലാതെ തന്നെ സുമോട്ടോ നേരിട്ട് ഏതെങ്കിലും വിധത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി പോലും ഇല്ലാതെ കേസെടുക്കാനും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനും അനുവാദം കൊടുക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ വരികയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? തലൂരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്ന് പരിസരവാസികളെ ദുരിതത്തിലാക്കി. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. പ്ലാസ്റ്റിക് വീപ്പകളിലാക്കിയ കോഴി മാലിന്യമാണ് വാഹനത്തിലുള്ളത്. അപകടത്തെ തുടർന്ന് വാഹനത്തിൻ്റെ ഡ്രൈവർ പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്നും വിവരമറിയിച്ചിട്ടും പുതുക്കാട് പോലീസും എത്തിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നിരവധി വീടുകളുള്ള പ്രദേശത്തു നിന്നും പിക്കപ്പും മാലിന്യവും മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ അവധിക്കാല ചിത്രരചനാ ക്ലാസുകൾ ആരംഭിച്ചു. ക്ലാസിൻ്റെ ഉദ്ഘാടനം മാവേലിക്കര ഗവൺമെൻറ് രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് ലെക്ചറർ ജിനൻ കൊറ്റിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ കൊച്ചുണ്ണിക്കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ സ്വാഗതവും ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ നന്ദിയും പറഞ്ഞു. ഭഗിനി മണ്ഡല പ്രസിഡന്റ് സരസ സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുശീല പ്രേംലാൽ, ദേവകി സതീർത്യൻ എന്നിവർ സംസാരിച്ചു. ഹയർ ഗ്രേഡ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ഞങ്ങളുടെ തന്നെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 2019 അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അപ്സര വ്യക്തിത്വങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ നമ്മുടെ പ്രസിഡന്റ് കൊച്ചുണ്ണിയേട്ടൻ, അതുപോലെ സുരേഷ് കടുപ്പശ്ശേരി, സെക്രട്ടറി ഷനോജ്, ഇവരൊക്കെ ഇവരുടെ ഇപ്പം മാവേലിക്കരയാണ് അല്ലേ? മാവേലിക്കരയാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്, ലെക്ചർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ പരിപാടിയിൽ CPI ആളൂർ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം കൺവീനർ MB ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KS ജയ, P മണി, ദിബിൻ പാപ്പച്ചൻ, ജിഷ ബാബു, ബെന്നി വിൻസെന്റ്, TC അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി കോൺഗ്രസ് വരെയുള്ള സംഘടനാ നടപടികൾ പൂർത്തീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന വർഷമാണ് 2025. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ലത്തീഫ് സൂചിപ്പിച്ച പോലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമുള്ള ലോക്കൽ സമ്മേളനമാണ് നടക്കുന്നത്. നാളെ പ്രതിനിധി സമ്മേളനത്തിൽ വളരെ വിശദമായ രാഷ്ട്രീയ ചർച്ചകൾ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭാക്കൾ നടത്തും. 86ാമത് കനകമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമലയിൽ പൊതുയോഗവും തീർത്ഥാടനവും നടത്തി. പൊതുയോഗത്തിന് ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് സൂക്കൻ അധ്യക്ഷത വഹിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അജിത് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രൂപത സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് രൂപത PRO ഷോജൻ D വിധേയത്തിൽ, കനകമല തീർത്ഥാടന കേന്ദ്രം കൈക്കാരൻ ജോസ് കറുകുറ്റിക്കാരൻ, ടെസ്സി ഫ്രാൻസിസ്, ഷിബു ആട്ടോക്കാരൻ, ഷീന തോമസ് എന്നിവർ സംസാരിച്ചു. ബിജു ചുള്ളി, വർഗീസ് വെളിയൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, സജി
നെടുനിലത്ത് എന്നിവർ നേതൃത്വം നൽകി. സമിതി യൂണിറ്റുകളും ചേർന്നിട്ട് രൂപതാ സമിതി തിരഞ്ഞെടുക്കുന്നു. രൂപതാ സമിതിയിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നിട്ടാണ് ഗ്ലോബൽ സമിതി. ഗ്ലോബൽ സമിതിയിൽ നമുക്ക് 34 രൂപതകളിൽ നിന്നുള്ള ആൾക്കാരും കൂടാതെ 47 രാജ്യങ്ങളിലും നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന് സാന്നിധ്യമുണ്ട്. അവിടുന്ന് എല്ലാവരും പങ്കെടുക്കുന്ന സമിതി ചേർന്നതാണ് ഗ്ലോബൽ. അഡ്വക്കേറ്റ് പി.കെ. ടൂപ്പ് സ്മാരക പുരസ്കാരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ.ബി. സുനിൽകുമാറിന് സമർപ്പിച്ചു. ജോസ് കെ മാണി MP യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുരസ്കാരം സമർപ്പിച്ചു. യോഗത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ചാലക്കുടിക്കാരനായിരുന്നു അഡ്വക്കേറ്റ് പി.കെ. ടൂപ്പ്. അദ്ദേഹത്തിൻ്റെ 27ാമത് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത്. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ സെക്രട്ടറി N. കുമാരൻ, ട്രഷറർ അഡ്വക്കേറ്റ് P.I. മാത്യു, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ, സംവിധായകൻ സുന്ദർദാസ്, സുഭാഷ് ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് കെ.ബി. സുനിൽകുമാറിനെ അസോസിയേറ്റ് ഓഫ് കാർമൽ പ്രവർത്തകർ ആദരിച്ചു. ഒരു പക്ഷേ കുറച്ചൊക്കെ അടുത്ത് ഒക്കെ അറിയുവാൻ കഴിഞ്ഞ എൻ്റെ പിതാവ് വഴിയാണ്. അത് കൂടുതലും പണ്ട് കാലത്ത് നമുക്കറിയാം, അന്ന് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും ഫോണിക്കിൽ കൂടെ ഇട്ടൂപ്പേ എന്ന് വിളിച്ച് മണിസാറ് പല കാര്യങ്ങളും പറയുന്നത് എപ്പോഴും ആ രീതിയിലാണ് ആദ്യമേ ആ പേര് മനസ്സിലേക്ക് വരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു പണം സമാഹരിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? എന്നാൽ അതിന് നേരെ ഘടകവിരുദ്ധമായി സ്വന്തം സ്ഥലങ്ങൾ, വലിയ ഭൂപ്രഭുവായിരുന്ന ലാൻഡ് ഓണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള സ്ഥലം വിറ്റിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയെ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു വക്കീലെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,310 രൂപ, പവന് 66,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. ആക്രമിക്കപ്പെട്ട വൈദികന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രിയും MLAയും. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു.
CPI ആളൂർ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.